सुखकर्ता दुःखहर्ता वार्ता विघ्नाची दुर्वी पूर्वी प्रेम कृपा जयाची सर्वांगी सुंदर उटी शेंदुराची कंठी झळके माळ मुक्ता फळांची जय देव जय देव जय देव जय देव जय मंगलमूर्ती ഗണപതി ഭാവങ്ങൾ നമ്മൾ പറയുന്ന രീതികളിൽ 32 നമുക്കെടുക്കാം. അപ്പം അതിൽ ബാലഗണപതി. അപ്പോൾ ബാലഗണപതിയെ നമ്മൾ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും എപ്പോഴും ബാലഭാവത്തിലുള്ളതൊക്കെ നമുക്ക് കുട്ടികൾക്ക് രോഗദുരിതങ്ങൾ മാറാനും അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉയർന്ന രീതിയിൽ എത്തിക്കാനും നല്ലത് പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതിൽ ഏറ്റവും നമ്മൾ പറയാം കാര്യസാധ്യം, ഒരു ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനാണ് നമ്മൾ ബാലഗണപതിയെ നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുക. 4 കൈകളാണ് ശരിക്കും ബാലഗണപതിയെ. അതിൽ ആ കൈകളിൽ കദളിപ്പഴമുണ്ട്, മാങ്ങയുണ്ട്, ചക്കയുണ്ട്, കരിമ്പുണ്ട്, തുമ്പിക്കൈയിലിരിക്കുന്ന മോദകമുണ്ട്. ഇതാണ് ബാലഗണപതിയുടെ ഭാവം. പിന്നെയുള്ളത് രണ്ടാമത് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് തരുണ ഗണപതി എന്ന് പറയും. അത് ശരിക്കും വശീകരണ പ്രയോഗങ്ങൾക്ക് ഉപയോഗിക്കും. വശീകരണം എന്ന് പറയുന്നത് നമുക്ക് നല്ല ജോലികളിലൊക്കെ നമുക്ക് എല്ലാവരും ഒപ്പം തുണയിൽ നിൽക്കുക എന്നുള്ള രീതിയിലാണ്. തെറ്റായ രീതികളിൽ അതിനെ പലരും ചിന്തിക്കുന്നുണ്ട്, നമുക്ക് ഇന്ന സ്ത്രീയെ വശീകരിച്ചെടുക്കാൻ പറ്റുന്നത്. അത് അത്ര നല്ല കാര്യങ്ങളല്ല. ഇപ്പോഴും അത് രോഗങ്ങൾ ശമിക്കുക എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോൾ തരുണ ഗണപതിയാണ് വരുന്നത്. അതിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗണപതിയിൽ നോക്കുകയാണെങ്കിൽ കയറ്, തോട്ടി, പിന്നെ അപ്പം, കബിത്തം, ജമ്പു, സ്വന്തം കൊമ്പ്, കരിമ്പ്, കതിര്, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞ ആ ഗണപതിയുടെ ആയുധങ്ങളായിട്ട് ശരിക്കും വരുന്നത്. ശരിക്കും 6 കൈയാണ് ഗണപതിക്ക്, അഷ്ടഭുജങ്ങൾ, പിന്നെ യുദ്ധ പൂർത്തി, അങ്ങനെ പല രീതികളിലുള്ളതാണ്. അങ്ങനെ 6 കൈകളോട് കൂടിയതാണ് തരുണ ഗണപതി. പിന്നെയുള്ള രീതി അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭക്തി ഗണപതിയാണ്. അത് കാര്യസിദ്ധിക്ക് നല്ലതാണ്. ഭക്തി ഗണപതി എന്ന് പറയുന്നത് നമുക്ക് ഈശ്വര പ്രാർത്ഥന കേൾക്കുമ്പോൾ ബലം നൽകുക, ഉപാസന ബലങ്ങൾ കൊടുക്കുന്നതൊക്കെ നമ്മൾ ഈ ഭക്തി ഗണപതി നമ്മൾ ആരാധിക്കും. 4 കൈകളാണ്. അതിൽ കാളികാരം, ആമ്രഫലം, കദളിപ്പഴം, ശർക്കര പായസം, അതാണ് ആ ഗണപതിക്കുള്ള ഗണപതിയുടെ കൈകളിലിരിക്കുന്നത്. അതായത് മൂന്നാമത്തെ രീതിയിൽ നമ്മൾ പറയുന്നതാണ് ഭക്തി ഗണപതി.